അടിയുറച്ച് വിശ്വസിച്ചത് സ്പെയിൻ കൊണ്ടുപോകുന്നു തന്നെയല്ലേ? അതെ, അവസാന നിമിഷത്തിൽ കറകളഞ്ഞ രാഷ്ട്രീയക്കാരനാവരുത്. ഇല്ല, എൻ്റെ നിലവിലത്തെ അവസ്ഥയിൽ അതായത് ആവേശവും അവരുടെ കളിയുടെ സാഹചര്യം അനുസരിച്ച് സ്പെയിൻ തന്നെ വിജയിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അവസാനത്തെ അതായത് ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ കളിക്ക് തുടങ്ങാൻ വേണ്ടി. അവസാനത്തെ പ്രഡിക്ഷൻ എന്ന നിലയിൽ ഞാൻ സൂചിപ്പിക്കുന്നത് 2 ഗോളുകൾക്ക്, അതായത് 2 ഗോളുകൾ നേടി സ്പെയിൻ വിജയിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അല്ലാത്ത പക്ഷം ഇത് ഷൂട്ടൗട്ടിലേക്ക് ഞാനും വിചാരിക്കുന്നത് ഒരു സമനില പിടിക്കുന്ന മത്സരം പിന്നീട് പെനാൽറ്റി ഷൂട്ടൗട്ടിലൂടെ സ്പെയിനെ ഭാഗ്യം തുണയ്ക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ചിലപ്പോൾ താരമാകാം, റോഡ്രി താരമായേക്കാം, ലെമിൻ യമാൽ കുറച്ചുകൂടി പെർഫോം ചെയ്യാനുള്ള സാധ്യത ഞാൻ ഈ മത്സരത്തിൽ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കളി എങ്ങനെയാകും? മെസ്സിക്ക് ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കാനുള്ള ഒരു അവസരം എനിക്ക് തോന്നുന്നില്ല ഈ ലോകകപ്പിന് സ്പെയിനെതിരെയുള്ള കളിക്കുന്നത് കൊണ്ട് മാത്രം ആ അവസരത്തിന് ഒരു ഭംഗമുണ്ട്. എന്നാൽ നമുക്ക് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം. അത്ഭുതങ്ങൾ, അതാണ് ഒരിക്കലും അത്ഭുതങ്ങൾ മാറ്റിവെച്ച്. മറ്റൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഇതുവരെ അർജന്റീനയുടെ കളി പരിശോധിക്കുകയാണെങ്കിൽ ഒരു 85-ാം മിനിറ്റ് അല്ലെങ്കിൽ അവസാന നിമിഷങ്ങളിൽ കളി മാറുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല സ്പെയിൻ വേഴ്സസ് അർജന്റീന, അതും ഈ ഫൈനൽ ലോകകപ്പിൽ അവസാന നിമിഷം അർജന്റീന, എനിക്ക് തോന്നുന്നു അർജന്റീന ആദ്യം മുതൽ തന്നെ കളിയുടെ മേലൊരു ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമം നടത്താനൊരു സാധ്യതയുണ്ട്. അവസാന നിമിഷം ഒരു ലയണൽ സ്കലോണിയുടെ ഒരു മാജിക്ക് അവിടെ എനിക്കറിയില്ല എങ്ങനെ വർക്കൗട്ട് ആകും. തീർച്ചയായും നമുക്ക് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇത് സമ്പൂർണമായി ഇനി വിശ്വാസങ്ങൾക്കും പ്രതീക്ഷകൾക്കും ആരാധനയ്ക്കും മാത്രം നമുക്ക് വഴി വിട്ടുകൊടുക്കേണ്ട സമയമായിരിക്കും എന്ന് തോന്നുന്നു, അല്ലേ അശ്വതി? തീർച്ചയായും. അപ്പോൾ നമുക്ക് അനൂപ് ചന്ദ്രശേഖരനോട് ചോദിക്കാം. തീർച്ചയായും. അനൂപ് ചന്ദ്രശേഖരൻ, ഇനി നേരത്തെ നമ്മുടെ അനന്തൂരിന്റെ വാക്കുകൾ കടമെടുത്താൽ വായ്ത്താളത്തിന് ഇനി ഇടമില്ല. ഇനി നമ്മൾ കളിയിലേക്ക് പോവുകയാണ്. എന്താണ് സീരിയസ് ആയിട്ട് 15 മിനിറ്റേ ഉള്ളൂ ഏകദേശം കളി ആരംഭിക്കാൻ വേണ്ടി. ആദ്യം മുതൽ തന്നെ ഒരു ടൈറ്റ് ഫൈറ്റ് പ്രതീക്ഷിച്ചൂടെ? ആദ്യ മത്സരത്തിൽ തന്നെ ഒരു പക്ഷേ ആദ്യം 5 മിനിറ്റ് വളരെ നിർണായകമാണ്. മത്സരത്തിൽ ഒരു പക്ഷേ രണ്ടുപേരും ഒരു ഹൈ പ്രസിംഗ് ഗെയിം ആയിരിക്കും. കഴിഞ്ഞ സെമി പോലെ ക്വാർട്ടർ പോലെ ആയിരിക്കത്തില്ല ഇരു ടീമുകളും. ഒരു ആദ്യ പകുതി തന്നെ ഒരു ഗോൾ അടിച്ച് കയറ്റാനുള്ള ശ്രമമായിരിക്കും തുടങ്ങുക. തീർച്ചയായും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം സ്പെയിന് ഇതിനു മുമ്പ് വേൾഡ് കപ്പ് കളിച്ചപ്പോൾ ഫൈനൽ കളിക്കുന്ന 2010 അന്ന് കപ്പെടുത്ത് ചേർത്തുന്ന സ്പെയിൻ ഉണ്ട്. അപ്പോൾ സ്പെയിൻ മൊത്തം 4 തവണ എങ്ങാണ്ട് സെമി കളിച്ചിട്ടുള്ളൂ മൊത്തത്തിൽ. 4 തവണ ഇല്ല, 4 തവണ. ഫൈനലിൽ 2ാം തവണയാണ് വരുന്നത്. 2 തവണ കപ്പെടുത്ത് ചേർത്തുന്ന സ്പെയിൻ ഉണ്ട്. അപ്പോൾ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം സ്പെയിന് ലോക ഫുട്ബോളിൽ 2010 ലോക കിരീടം നേടി. 2014 അവർ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായി. 18-ലും 22-ലും വലിയ മികവുണ്ടാക്കാൻ പുലർത്തില്ല. 22-ലും എനിക്കിത് ക്വാർട്ടറിന് അപ്പുറത്തേക്ക് പോകാൻ പറ്റുന്ന ടീമാണ് സ്പെയിന്. ആ സ്പെയിന് ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ്. അപ്പോൾ ആര് കപ്പെടുത്തെന്ന് പറഞ്ഞാലും അത് ലോക ഫുട്ബോളിനെ ഒരു ത്രസിപ്പിക്കുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നൊരു ഘടകമായിരിക്കും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മളും വളരെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കണം. 4 വർഷത്തെ കാത്തിരിപ്പാണ് അല്ലേ? 4 വർഷത്തെ കാത്തിരിപ്പാണ്. ഇപ്പോൾ അർജന്റീനയ്ക്ക് ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയും അർജന്റീനയ്ക്ക് 36 വർഷത്തിന് ശേഷമാണ് അർജന്റീന 2022 കപ്പെടുക്കുന്നത്. അപ്പോൾ വിനോദോട്ടം കുറച്ചും പറഞ്ഞാൽ ഒരു ഫുട്ബോൾ രക്തത്തിൽ അലിഞ്ഞേർന്നുകൊണ്ട് കേരളത്തിലെ അർജന്റീന ആരാധകർ. ഞാൻ മുമ്പ് പറഞ്ഞു അർജന്റീന 1986 നമ്മുടെ ടെലിവിഷൻ്റെ വരവാണ് കേരളത്തിൽ ഇത്രയധികം അർജന്റീന ഫാൻസ്. ഇപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഈ സ്പെയിനൊക്കെ ഫാൻസ് കൂടുന്നത് 2010 ശേഷമാണ്. 2008 സ്പെയിൻ 2008 ശേഷമാണ് സ്പെയിൻ യൂറോ കപ്പ് എടുക്കുന്നത്. അപ്പോൾ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്ക് എനിക്ക് 60കളിൽ ഒരിക്കൽ യൂറോ കപ്പ് എടുത്തു. സ്പെയിന് ലോകകപ്പിലൊന്നും പിന്നീട് ഒരു വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ സ്പാനിഷ് ടീമിലെ ചെറിയ 2 ചേരിതിരിവുകൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും കളിക്കാർ തമ്മിലുള്ള ഒരു ഒത്തിണക്കമില്ലായ്മ പലപ്പോഴും വലിയ പ്രശ്നമായിരുന്നു. ഇത്തവണ അങ്ങനെയല്ല. കാരണം അത് മാറ്റിയെടുത്ത വളരെ ശ്രമകരമായ ജോലിയിലാണ്. 2006 യുവതാരങ്ങളിൽ എങ്ങനെയാണ് പ്രതീക്ഷ? അവരൊത്തൊരുമയോടെ ഇനി അങ്ങോട്ടുള്ള, കാരണം ഇനി ചരിത്രം രചിക്കാൻ പോകുന്ന ഒബ്വിയസ്ലി ലെമിൻ യമാലും റോഡ്രിയും പെഡ്രിയും ഒക്കെ ആയിരിക്കും. റോഡ്രി ഒരു 30 വയസ്സ്, റോഡ്രിയുടെ എനിക്ക് കരിയറിന്റെ ഒരു പീക്ക് പീരീഡിലാണ്. റോഡ്രിയുടെ 30 വയസ്സോളം പ്രായമുണ്ട്. അപ്പോൾ സ്പെയിനിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എത്ര മികച്ച കളിക്കാരുണ്ടെങ്കിലും ഒരു നാഷണൽ ടീമിനായിട്ട് സ്പെയിനിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ക്ലബ്ബുകളുള്ളത് ശരിക്കും റയൽ മാഡ്രിഡും ബാഴ്സലോണയൊക്കെ തന്നെ സ്പെയിനിലാണ്. പക്ഷേ സ്പെയിനിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ക്ലബ്ബുകൾ തമ്മിലുള്ള ഒരു ചിരവൈരികളായിട്ടുള്ള നിൽക്കുന്നത് സ്പെയിൻ്റെ പലപ്പോഴും സ്പാനിഷ് ടീമിനെ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞു സ്പെയിന് ലോകകപ്പിലൊന്നും വലിയ പവർ ഹൗസാണ് സ്പെയിൻ. റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും ബാഴ്സലോണയും വലൻസിയയും അങ്ങനെയുള്ള വലിയ ലോകോത്തര ക്ലബ്ബുകൾ സ്പെയിനിലുണ്ട്.
പക്ഷേ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും സ്പാനിഷ് ടീമിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിരവൈരികളായിട്ടിരിക്കുന്നത് വിഘടിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ്. പലപ്പോഴും 2006 സമയത്ത് സ്പാനിഷ് ഡെൽബാസ്കോ യൂറോ കപ്പിൽ 2008 ഫ്രാൻസിൻ്റെ പരിശീലകനാണ്. അദ്ദേഹം വളരെ ശ്രമകരമായ ജോലി തന്നെ നടത്തി. കാരണം റയൽ മാഡ്രിഡിന്റെയും ബാഴ്സലോണയുടെയും കളിക്കാർ തമ്മിൽ സംസാരിക്കാൻ പോലും ചെയ്യാത്ത ആളുകളായിരുന്നു. അവിടുന്ന് വളരെ ശ്രമകരമായ ഒരു ഡ്യൂട്ടിയായിരുന്നു അദ്ദേഹത്തിന് കളിക്കാരെ തമ്മിൽ കോർത്തിണക്കുക. അതിന് സ്പെയിന് 2008 ഫലമുണ്ടായി. 2010 ലോകകപ്പിലൂടെ അവർ ലോകകപ്പിൽ ആദ്യമായിട്ട് മുത്തമിട്ടു. അപ്പോൾ അങ്ങനെ സ്പാനിഷ് ഫുട്ബോൾ എക്കാലത്തെയും വലിയ പവർ ഹൗസ് ആണ്. പക്ഷേ പലപ്പോഴും അവിടെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് മാറും. പക്ഷേ ഇടയ്ക്ക് 2010 ലോകകപ്പിന് ശേഷം സ്പെയിൻ തകർന്നടിഞ്ഞെന്ന് കരുതിയതാണ്. പിന്നീട് അവർ തിരിച്ചു വന്നു. ചരിത്രം രചിക്കാനാണ് സ്പെയിൻ സ്പെയിൻ്റെ കാര്യം സ്പെയിൻ ഒരിക്കലും മോശം കളിക്കാരില്ല. എക്കാലത്തും വലിയ കളിക്കാരുണ്ട്. ഇപ്പോൾ റൗൾ ഗോൺസാൽവസിനെ പോലുള്ള ലോകോത്തര സ്ട്രൈക്കർമാരുണ്ട്. പക്ഷെ അവർക്കൊന്നും കഴിയാത്ത നേട്ടം 2018 കാർലോസ് പൂളിൻ്റെയും ഐക്കർ കസിയാസിൻ്റെയും സാവിയുടെയും ഇനിയസ്റ്റയുടെ ഒക്കെ ടീമിന് സാധിച്ചു. ഇതിലും മികച്ചൊരു ടീമാണ്. ഇപ്പോൾ ഈ 2026 വേൾഡ് കപ്പിന് വന്നതിനേക്കാളും അതിഗംഭീരമായ ടീമാണ് സ്പെയിൻ 2010 കപ്പെടുത്തത്. അതിനുശേഷം സ്പെയിൻ വരുന്ന ഒരു ലോകകപ്പിന് വരുന്ന ഏറ്റവും മികച്ച സംഘമാണ് ഈ തവണത്തെ റോദ്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം. ഈ ടീമിന് ഞാൻ അർജന്റീന ഫാനായിട്ട് ഈ ടീമിനും എന്തുകൊണ്ടും ലോകകപ്പ് കപ്പെടുക്കാൻ ഉള്ള അർഹതയും കഴിവും പ്രാപ്തിയുമുള്ളവരാണ്. മറിച്ച് അർജന്റീന എനിക്കൊന്ന് കഴിഞ്ഞ വളരെ കാലത്തിന് ശേഷം അർജന്റീന വലിയ ഈ 2022 2026 കപ്പ് ഫേവറേറ്റല്ല വന്നത്. പക്ഷേ പ്രതീക്ഷകൾക്കും അപ്പുറത്താണ് അർജന്റീനയുടെ മികവാണ്. അർജന്റീനയുടെ ഒരു വിജയത്തിലോട്ടുള്ള ഒരു വിജയ പരമ്പര എന്ന് പറയുന്നത് ഈ ലോകകപ്പിൽ തന്നെ അർജന്റീന അവർ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച ഒരു ലോകകപ്പാണ്. 19 ഗോളുകളാണ് അടിച്ചത്. ഇതിനു മുമ്പ് അർജന്റീന 2030 മാത്രമാണ്, അന്ന് 18 ഗോളാണ് അടിച്ചത്. അതിലും അർജന്റീനയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോൾ 19 ഗോൾ. അർജന്റീന എക്കാലത്തും കാണികളെ ത്രസിപ്പിക്കുന്ന ഒരു മത്സരം രീതികളായിരുന്നു, ഒരു കളി സ്റ്റൈലായിരുന്നു. ആ കളിശൈലിയൊക്കെ തന്നെ 2014 ലോകകപ്പിന് ശേഷം ലോകകപ്പ് മുതൽ തന്നെ മാറി. അർജന്റീന ഇപ്പോൾ ഒരു യൂറോപ്യൻ ഫുട്ബോളുകളുടെ ഒരു മിക്സ് ചെയ്ത ഒരു ഗെയിം പ്ലാനാണ്, ഒരു കേളി ശൈലിയാണ് അർജന്റീനയുടെ. അപ്പോൾ അങ്ങനെ രണ്ട് രീതികളും പ്രത്യേകിച്ച് സ്പെയിൻ്റെയും അർജന്റീനയുടെ കേളി ശൈലികൾ തമ്മിൽ ചെറിയ സാമ്യങ്ങളുണ്ട്. കാരണം രണ്ടുപേരും പാസിംഗ് ഗെയിമിന് പ്രാധാന്യം കൊടുക്കുന്ന ടീമാണ്, ഹൈബോളുകൾക്കല്ല. ഇപ്പോൾ ഇംഗ്ലണ്ടും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ ഒരു ഹൈബോളിന് പ്രാധാന്യം കൊടുക്കുന്ന ടീമുകളാണ്. പക്ഷേ അർജന്റീനയും സ്പെയിനും ഒക്കെ തന്നെ പാസിംഗ് ഗെയിമിന് പ്രാധാന്യം കൊടുക്കുന്ന ടീമുകളാണ്. അതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡ്, അത് മൈതാനത്തിൻ്റെ മുക്കും മൂലയിലും പന്തുകളെത്തി ചെറിയ ക്രോസുകളും തലങ്ങും വിലങ്ങുമുള്ള പാസുകളും ഒക്കെ ആയിരിക്കും ഇന്നത്തെ മത്സരത്തിൽ കാണുക. അതുപോലെ തന്നെ അർജന്റീനയുടെ സ്പെയിൻ്റെ മിഡ്ഫീൽഡർമാർ തമ്മിലുള്ള അർജന്റീനയുടെ സ്ട്രൈക്കർമാരും സ്പെയിനിന്റെ ഡിഫൻസും തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെ ആയിരിക്കും. 12-17 ഇനി 13 മിനിറ്റ് കൂടെ ഉണ്ട്. 13 മിനിറ്റ് മാത്രം, ഒരു 18 മിനിറ്റ് കൂടെ, ആദ്യത്തെ 5 മിനിറ്റ്. ശരി, അതിലല്ല ഞാൻ ഇനി നമ്മളുടെ എന്റെ പ്രായം പരിഗണിക്കാലോ ചേട്ടാ. ഞാൻ സത്യം പറഞ്ഞാൽ 2018 2022 2026 ഞാൻ ആദ്യമായി കാണുന്ന വേൾഡ് കപ്പില് ജയിച്ചത് സ്പെയിനാണ് 2010. അതെ, ഇപ്പം 16 വർഷം കഴിഞ്ഞു. ഇപ്പം വീണ്ടും സ്പെയിന് ഫൈനലിലേക്ക് വന്നേക്കാണ്. അതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഈ കളി സ്പെയിൻ എത്ര വയസ്സുണ്ട്? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് അന്ന്. അതായത് ഈ കളിയെക്കുറിച്ച് മനസ്സിലാക്കുകയും ഈ കളിയോട് താല്പര്യം തോന്നി. അതായത് ഞാൻ വേൾഡ് കപ്പ് കണ്ടതിന് ശേഷമാണ് പിന്നീട് ക്ലബ് മാച്ചസ് കാണാൻ തുടങ്ങിയത്. കാര്യം അതിന് ശേഷമാണ് ഈ കളിയുടെ ഡെപ്നെസ് എത്രയുണ്ട്, ഈ കളിക്ക് ഇത്രയും മാത്രം മനുഷ്യരെ മുൾമുനയിൽ നിർത്താൻ പറ്റുമെന്ന്, ഇത്രയും മാത്രം ഒരു സന്തോഷം പകരാനാകുമെന്ന് മനസ്സിലാക്കിയത് 2010 ഞാൻ വേൾഡ് കപ്പ് കണ്ടതിന് ശേഷമാണ്. പിന്നീടാണ് ഞാൻ ക്ലബ് മാച്ചസിലേക്കും പുതിയ കളിക്കാരെ തിരിച്ചറിയാനും പഠിക്കാനും ഓരോ ക്ലബ്ബുകളെ കുറിച്ച് പഠിക്കാനും എല്ലാം ഞാൻ മാറിയത്. സോ ഇത് എനിക്ക് വ്യക്തിപരമായി ഇന്ന് സ്പെയിൻ ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിനൊരു കാരണവും അതുതന്നെയാണ്. ഞാൻ 2010 നിഷാദമായിട്ടുള്ളത്. എനിക്ക് 2010 മുതലാണ് ആദ്യമായിട്ട് ഒരു ന്യൂസ് ഡെസ്കിൽ വേൾഡ് കപ്പ് ഡെസ്കിന്റെ ഭാഗമായിട്ട് 2010 ദക്ഷിണാഫ്രിക്ക ലോകകപ്പ് മുതലാണ് ആദ്യമായിട്ട് കാണാൻ തുടങ്ങിയത്. 94 ലോകകപ്പാണ്. 32 വർഷത്തോളം സ്കൂളിൽ പഠിക്കുമ്പോൾ 94 ലോകകപ്പാണ്. 98 ലോകകപ്പ് ഏകദേശം ഒട്ടുമിക്ക മത്സരങ്ങളും കണ്ടു. സിനദർ സുദാന്റെ വരവ് കണ്ടു. 2002 വേൾഡ് കപ്പ് ഉണ്ട്. 2002 വേൾഡ് കപ്പ് എനിക്ക് അർജന്റീന ഇംഗ്ലണ്ട് തമ്മിലുള്ള കളി ഡിഗ്രി പരീക്ഷ നേരത്തെ എഴുതിട്ട് പോകുന്നു. മലയാളം പരീക്ഷ കണ്ടായിരുന്നു. അർജന്റീന തോറ്റു ഇംഗ്ലണ്ടോടുള്ള കളി. ആ കളി 2002 2006 വേൾഡ് കപ്പ് ഉണ്ട്. 2010 മുതൽ ഇന്ത്യ ഓഷനിലാണ്. അന്ന് ന്യൂസ് ഡെസ്കിൽ സ്പോർട്സ് ഡെസ്കിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. 2014 മറ്റൊരു ചാനൽ റിപ്പോർട്ടർ ടിവിയിലുണ്ടായിരുന്നു. എനിക്കൊരു ചോദ്യമുണ്ട്. ചേട്ടാ, 30 വർഷത്തിൽ ഏകദേശം 30 വർഷം വെച്ച് ഫിഫ കാണുന്നതാണ്. ഇപ്പോൾ ലോകകപ്പ് കാണുന്നതിനും പല ആളുകളെയും കണ്ടിട്ടുണ്ട്.
പല ചരിത്രങ്ങളും മിന്നി മറിഞ്ഞതും കണ്ടിട്ടുണ്ട്. എന്താ ചേട്ടന് തോന്നിയിട്ടുള്ള വലിയ വ്യത്യാസം അന്ന് ആ 30 വർഷത്തിന് മുന്നേയും ഇപ്പോൾ 2026 തമ്മിൽ, അതായത് വലിയ വ്യത്യാസം ഫിഫയിലാണ്? അതിനകത്ത് ഏറ്റവും വലിയ വ്യത്യാസം എനിക്ക് തോന്നുന്നു വാർ വന്ന സംഭവമാണ്. വാർ ഇപ്പോൾ ഈ ലോകകപ്പിൽ ഒരു റഫറി, ഈ ലോകകപ്പിൽ അതിലും വലിയ മാറ്റം ഉണ്ടായി. ഇപ്പോൾ ഞാൻ 2014 ലോകകപ്പിൽ മറ്റേ വാനിഷിംഗ് സ്പ്രേ വന്നില്ലേ, അതൊക്കെ വലിയൊരു മാറ്റമായിരുന്നു. പിന്നെ വാർ വന്നത് വലിയ മാറ്റമായിരുന്നു. ഈ ലോകകപ്പിൽ അതിലും വലിയൊരു മാറ്റം ഉണ്ടായി. റഫറിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു കാർഡ് കിട്ടും. അത് റഫറിക്ക് തെറ്റ് പറ്റിയാൽ തിരുത്താനുള്ള ഒരു സംഭവം ഉണ്ട്. അതിന്റെ പേര് ഞാൻ ഇപ്പം വിട്ടുപോയി. അപ്പൊ അതൊക്കെ വലിയ മാറ്റങ്ങളാണ്. ഇപ്പൊ ഒരു കളിക്കാരന് അന്നത്തെ അല്ല, റഫറി ഒരു കളിക്കാരന് തെറ്റായ കാർഡ് നൽകിയാൽ അത് തിരിച്ചു വിളിക്കാൻ, ആ കാർഡ് മടക്കി മേടിക്കാൻ ഒരു രീതി വന്നു. അപ്പോൾ അങ്ങനെ പല മാറ്റങ്ങളും വന്നു. ഫുട്ബോൾ പണ്ട് കുറെ കൂടെ ടഫായിരുന്നു. ഇപ്പോൾ കുറെ കൂടെ സ്മൂത്തായിട്ട് വന്നു. പിന്നെ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ മാറി മാറുന്നതനുസരിച്ച് കളിയുടെ വേഗതകൾ വരുന്നുണ്ട്. പക്ഷേ ടെക്നിക്കൽ ഇതുണ്ട്. പക്ഷേ എന്നാലും ചില കളിക്കാരങ്ങളും താരങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ നിന്ന് മിന്നി മറയാൻ നിൽക്കുന്നുണ്ട് ഇപ്പോൾ. ഇപ്പോൾ ഞാനിപ്പോൾ അശ്വദീപം പറഞ്ഞപ്പോൾ 2010 വേൾഡ് കപ്പിൽ ആന്ദ്രെ ഇനിയസ്റ്റയുടെ ഗോൾ, ഇനിയസ്റ്റയുടെ ജേഴ്സി ഉയർത്തി കാണുക, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ ആ ഗോൾ സമർപ്പിക്കുന്നത് കാണുന്നത്. പക്ഷെ അന്നത്തെ സ്പാനിഷ് ടീം ഒരു രക്ഷയില്ലാത്ത ടീമായിരുന്നു. ഈ എനിക്ക് അതാണ് എൻ്റെ അനുഭവം. അതായത് ഈ ഫുട്ബോൾ കളി എന്തുമാത്രം ഇമോഷണലി കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയ ഇനിയസ്റ്റയുടെ എന്തെന്ന് പറയുക ഇമോഷനായിട്ടുള്ള ആ ഷർട്ട് ഉയർത്തിയുള്ള സമർപ്പണമായിരുന്നു. സമാനമായിട്ടുള്ള രീതികളിൽ ഒരുപാട് അനുഭവങ്ങൾ മറ്റുള്ളവർക്ക്. കളിക്കാരുടെ താരങ്ങൾ ഇപ്പം താരാരാധന വരുന്നതും അങ്ങനെ. അപ്പോൾ താരാരാധനയും ടീമിലുള്ള ആരാധനയും വരുന്നത് അക്കാലത്താണ്. ഇപ്പം എനിക്കൊന്ന് പോർച്ചുഗൽ ടീമിന് ഫാൻസ് വരുന്നത് 2010 മുതലാണ്. ഇപ്പോൾ 2006 വേൾഡ് കപ്പ് കളിക്കുമ്പോൾ ലൂയി ഫിഗോയൊക്കെയാണ്. അന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടെങ്കിലും അന്ന് റൊണാൾഡോ യുണൈറ്റഡിലാണ് കളിക്കുന്നത്. പക്ഷേ റൊണാൾഡോയെക്കാളും വലിയൊരു സൂപ്പർ താർ അന്ന് യുണൈറ്റഡിലുണ്ടായിരുന്നു, മറ്റാരുള്ള വെയിൻ റൂണി. അപ്പോൾ അക്കാലത്ത് എനിക്കൊന്ന് 2010 മുതലാണ് പോർച്ചുഗലിന് ഇത്രയധികം ഫാൻസ് കയറി. ആ വർഷം മുതലാണ് സ്പെയിനും ഇത്രയധികം ഫാൻസ് വന്നു തുടങ്ങിയത്. ഇപ്പോൾ ഫ്രാൻസിനൊക്കെ ഫാൻസ് ഉണ്ട്. ഫ്രാൻസിനൊക്കെ സിനദിൻ സിദാൻ വരുന്നതിന് മുന്നേ ഒരുമാതിരി ന്യായമായ രീതിയിൽ ഫാൻസ് ഉണ്ട്. 86 വേൾഡ് കപ്പിലൊക്കെ മിഷേൽ പ്ലാറ്റിനൊക്കെ മത്സരം മൂലം ഇതുമൂലം ഫാൻസ് ഉണ്ട്. എന്നാലും ജർമ്മനി അങ്ങനെയുള്ള പല പരമ്പരാഗത ശക്തികളുമുണ്ട്. ഇപ്പോൾ നമ്മളെ ഇപ്പോഴത്തെ ജെൻസി കിഡ്സൊക്കെ, ഇപ്പോൾ ജെൻസി കിഡ്സ് എന്നങ്ങ് പറയുന്നുള്ളൂ. ജെൻസികളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു റൊണാൾഡോ യുഗത്തിൽ കൂടെ വരുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഇപ്പം പോർച്ചുഗലിനും ഒരു പക്ഷേ അശ്വതിക്കും അങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ പോർച്ചുഗലിനോടൊക്കെ ഒരു ഇത് വരുന്നത്. ഞങ്ങളുടെയൊക്കെ കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. റൊണാൾഡോ അതാണ് ഇവർ പണ്ടൊക്കെ എനിക്ക് ആരാധകർ എന്റെയൊക്കെ ചെറുപ്പത്തിൽ എന്റെയൊക്കെ സ്കൂൾ കാലത്ത് അർജന്റീനയും ബ്രസീലിനാണ് ഫാൻസ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ ജർമ്മനിക്കായിരുന്നു. എന്തായാലും കൊടികൾ ഉയർന്നിട്ടുണ്ട്. ഇവിടെ പ്രേക്ഷകരെ ഇനി കളി കാണാനുള്ള സമയമാണ്. 1 മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യണം. നമുക്ക് നേരെ കളി കാണാം. പക്ഷേ വളരെ പെട്ടെന്ന് നമ്മൾ ആഗോളാരവ എപ്പിസോഡ് ഇന്നുകൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. ഒരുപാട് പേർക്ക് നന്ദി പറയണം. കാരണം ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ച് ഒരുപാട് പേരുണ്ടെന്ന് പ്രൊഡ്യൂസർ സൂര്യ ചേച്ചി, അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ ചലിപ്പിച്ച നമ്മുടെ അഭിലാഷ്, അജിത്, ഫുൾ ടീം. നമ്മുടെ അജിത് ചേട്ടനാണ് ഹെഡ്. അപ്പം വിഷ്ണു ചേട്ടൻ അങ്ങനെ ഒരുപാട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട്. സൂര്യൻ ചേട്ടൻ, അഭിലാഷ് കളർ, അങ്ങനെ ഒരുപാട് പേര് ഓഡിയോ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം. സുദർശൻ ചേട്ടൻ ടോപ്പ് മോസ്റ്റ് സീനിയർ ക്യാമറാമാനാണ്. അപ്പോൾ നമ്മുടെ ഓഡിയോ നമ്മുടെ ധനുഷാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് ഓഡിയോ എത്തിച്ചത്. അങ്ങനെ ഓരോ ദിവസവും പ്രഹ്ലാദ്, അതുപോലെ തന്നെ നമ്മുടെ അഭിനവ്, ഗോവിന്ദ്, അങ്ങനെ എല്ലാവരും അഹോരാത്രം ഞങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചു. ഒപ്പം ഗ്രാഫിക്സ് കാർഡ്, അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഗ്രാഫിക്സ് കാർഡാണ്. അതപ്പോൾ അഖിൽ ദേവും, അഖിൽ ബാബു, അങ്ങനെ സിദ്ധാർത്ഥ്, ഒപ്പം വിജയ്, അങ്ങനെ അവരുടെ എല്ലാം ടീമാണ് ചെയ്തു തന്നത്. ഒപ്പം ഡിജിറ്റലിന്റെ